നിങ്ങളുടെ ഏലക്ക ചെടിയിലും ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ടോ? ഇലകളുടെ അറ്റം കരിഞ്ഞു വരുന്നുണ്ടോ? എത്ര വെള്ളമൊഴിച്ചിട്ടും മാറ്റമൊന്നുമില്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം. അതെ, ഇത് വളത്തിന്റെ പ്രശ്നമല്ല, ഇത് വേരിന്റെ പ്രശ്നമാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ, അതായത് ഈ മെയ് മാസം ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അത് ചെയ്യാത്തതിന്റെ കുറവാണിത്. നമസ്കാരം കർഷകരെ, കാർത്യായനി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനാൽ നിങ്ങൾക്ക് വീഡിയോ എളുപ്പത്തിൽ ലഭിക്കും. വേരിന്റെ പ്രശ്നം. അതെ, മെയ് മാസം പകുതിയായി, കഠിന വെയിലൊക്കെ മാറി തുടങ്ങി. ഇപ്പോൾ 1-2 വേനൽ മഴ ലഭിക്കുന്നുണ്ട്. അതെ, ഇനി കാലവർഷം വരാൻ അധിക സമയമൊന്നുമില്ല. ഈ ഒരു ഇടവേള ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഘട്ടം. ഈ സമയത്ത് ഒരു അശ്രദ്ധ വന്നാൽ അത് നികത്താൻ ഈ മഴക്കാലം മുഴുവൻ തികയില്ല. ഈ ഏപ്രിൽ മെയ് സമയത്ത് ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാണ് സൂര്യൻ. അതിനാൽ ചൂട് കൂടുതലാകുന്നു. അതുകൊണ്ട് തന്നെ അത് മണ്ണിനെ ചൂട് പിടിപ്പിക്കുന്നു. ഈ സമയത്ത് വേരിന്റെ ചുറ്റുപാടും മണ്ണ് നീക്കി നോക്കിയാൽ നിങ്ങൾക്കിത് വ്യക്തമായി കാണാം. ചിലയിടത്ത് വേര് കരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിലയിടത്ത് വേരില്ലാതെയാകുന്നു. ഈ വേര് ശരിയാക്കാതെ നിങ്ങൾ എത്ര വളം ഉപയോഗിച്ചിട്ടും ഒരു കാര്യവുമില്ല. ആദ്യം ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് അതിന്റെ തറ നല്ലതുപോലെ ശരിയാക്കണം. തറ നല്ലതുപോലെ ശരിയാക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അടുത്തതായി ഷേഡ് റെഗുലേഷനും കവാത്തും. ഷേഡ് റെഗുലേഷൻ ഈ സമയത്ത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഈ വർഷത്തിൽ മഴ കുറവായിരിക്കും എന്നൊരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഷേഡുകൾ കൊടുക്കരുത്. പടിഞ്ഞാറൻ ചരിവുള്ള നിലങ്ങളിൽ ഉള്ളിലേക്ക് വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ കട്ട് ചെയ്യണം. കഴിഞ്ഞ വർഷം അഴുക്കൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ വർഷത്തെ കട്ട് നന്നായി കൊടുത്ത് ഉള്ളിലേക്ക് വെളിച്ചം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഏലക്കയിൽ ഒടിഞ്ഞു വരുന്ന തണ്ടുകൾ കൈകൊണ്ട് വലിച്ചു കളയാതെ സൂക്ഷിക്കുക. നിങ്ങൾ അത് ഏതെങ്കിലും മെഷീൻ വെച്ച് കട്ട് ചെയ്ത് ആ ഇടം വൃത്തിയാക്കുക. അടുത്തതായി ഏലക്കയിലെ കവാത്ത്. ഇത് ഈ സമയം ചെയ്തില്ലെങ്കിൽ പിന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ചെടിയുടെ അടുത്തുള്ള ഉണങ്ങിയ തണ്ടുകൾ, ഓലകൾ, അതുപോലെ തന്നെ വേണ്ടാത്ത ഷൂട്ട്സ് എല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കണം. ഈ ആവശ്യമില്ലാത്ത തണ്ടുകളൊക്കെ നിങ്ങൾക്ക് കത്തി അല്ലെങ്കിൽ സിസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതെല്ലാം വെട്ടിമാറ്റാം. അതിനുശേഷം കാവാത്തിന് ശേഷം അതിനുള്ളിൽ ഏതെങ്കിലും തരം ചപ്പ് ചവറുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വൃത്തിയായി മാറ്റിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ആ ചപ്പ് ചവറുകൾ മാറ്റാത്ത പക്ഷം നിങ്ങൾ അത് ഫംഗസിന് താമസിക്കാൻ ഒരു ഇടമൊരുക്കുന്നത് പോലെയാവും. അഴുക്കൽ രോഗ പ്രതിരോധനം. കഴിഞ്ഞ വർഷം നിങ്ങളുടെ തോട്ടത്തിൽ അഴുക്കൽ രോഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം അതേ സമയത്ത് അഴുക്കൽ രോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈർപ്പം കൂടുന്നത് കൊണ്ട് തന്നെ രോഗങ്ങൾ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫംഗിസൈഡ് ഉപയോഗിച്ച് എല്ലാം വൃത്തിയാക്കണം. അതിനായി നിങ്ങൾക്ക് കാർത്യായനി ഡോക്ടർ സോൾ ഉപയോഗിക്കാം. ഇതിലുണ്ട് അസോക്സിസ്ട്രോബിൻ 11%, ടെബുകോണസോൾ 18.3% SC. ഇതൊരു ബോർഡ് സ്പെക്ട്രം ഫംഗിസൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം പലതരം ഫംഗസിനെ ഇത് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് 250 ml/200 ലിറ്റർ വെള്ളത്തിൽ എന്ന ഡോസിൽ ഉപയോഗിക്കാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മൈക്രോ ന്യൂട്രിയന്റ് ആയ കാർത്യായനി കാൽഷ്യം EDTA. ഇതിലുണ്ട് കാർത്യായനി EDTA 10%. കാർത്യായനി കാൽഷ്യം EDTA നിങ്ങൾക്ക് 100 ഗ്രാം എന്ന ഡോസിൽ ഉപയോഗിക്കാം. ഈ മിക്സ്ചർ നിങ്ങൾ ചെടിക്ക് സ്പ്രേ ചെയ്തതിനു ശേഷം താഴെ നനയ്ക്കുക. അടുത്തതായി കുമ്മായ പ്രയോഗം. ഈ സമയത്ത് കുമ്മായം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ചെടിയുടെ ഉള്ളിൽ 100 ഗ്രാം എന്ന അളവിലും ചെടിക്ക് പുറത്ത്, അതായത് ചെടിക്ക് പുറത്തുള്ള സ്ഥലത്ത് 150 ഗ്രാം എന്ന രീതിയിൽ നിങ്ങൾക്ക് കുമ്മായം ഉപയോഗിക്കാം. ഇപ്പോൾ മഴ ഇല്ലാത്തത് കൊണ്ട് ദ്രാവക രൂപത്തിൽ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് 3 കിലോഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് കാർത്യായനി കോപ്പർ EDTയും ഉപയോഗിക്കാം. ഇതിലുണ്ട് മൈക്രോ ന്യൂട്രിയന്റ് ആയ കോപ്പർ EDTA. ഇത് നിങ്ങൾക്ക് 50 ഗ്രാം എന്ന ഡോസിൽ ഉപയോഗിക്കാം. ഇത് 50 ഗ്രാം കലക്കി 10 to 12 ലിറ്റർ വരെ ചെടിക്ക് അകത്തും പുറത്തുമായി ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആയ കാൽഷ്യവും കോപ്പറും EDTA ഫോമിലാണ് കൊടുക്കുന്നത്. EDTA ഫോം എന്ന് പറയുമ്പോൾ അത് ചില്ലേറ്റഡ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്ലാന്റ്സിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതായത് പ്ലാന്റ്സിന് പെട്ടെന്ന് പോഷകങ്ങൾ ലഭിക്കും. ഇതെല്ലാം തന്നെ കറക്റ്റ് സമയത്ത് ഒഴിച്ചാൽ മഴക്കാലത്തെ ഫംഗൽ, അഴുക്കൽ രോഗങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇതുവരേക്കും എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം. ഞങ്ങളുടെ വിദഗ്ധർ നിങ്ങളുമായി ബന്ധപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടി ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.